നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. കിളവനെ മുന്നിൽ നിർത്തി അവളാ ഇതെല്ലാം ചെയ്തത്. എന്നിട്ടൊന്നും അറിയാത്ത ഭാവത്തിൽ മാറി നിൽക്കുന്നു. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, നെല്ലിശ്ശേരിയിലെ മരുമകന്റെ സ്ഥാനം. ധനുഷ് എന്നെക്കാളും വളരെ ഉയരത്തിലെത്തിക്കഴിഞ്ഞു. ഇത് അനുവദിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അവനെ തകർത്തേ പറ്റൂ. അവനിത് ചെന്ന് അനികയോടൊക്കെ പറയും. അവരൊക്കെ എന്നെ കളിയാക്കും. ഞാനാരോടും പറയില്ല കേട്ടോ. പെണ്ണിന്റെ ഒരു കാര്യം. ഇനി പറ, ഞാൻ എന്ത് രഹസ്യം സൂക്ഷിച്ചു എന്നാ പറഞ്ഞേ? കമ്പനിയിൽ ധനുഷിനെ നിയമിക്കുന്ന കാര്യം തനിക്ക് നേരത്തെ അറിയായിരുന്നല്ലേ? ആ, എനിക്കറിയാം അച്ഛൻ തന്നോട് പറയാതെ ഒരു തീരുമാനം എടുക്കില്ലെന്ന്. എന്നാലും തനിക്ക് എന്നോടൊന്ന് സൂചിപ്പിക്കായിരുന്നു. എന്റെ പൊന്നു സച്ചേട്ടാ, അച്ഛൻ ഒരു 10 മിനിറ്റ് മുമ്പ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്റെ കൈ തന്നിട്ട് അത് റൂമിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞപ്പോഴാ ഞാനും ഈ വിവരം അറിയുന്നത്. പിന്നെ ഞാൻ പറയാതിരുന്നത് അത് അച്ഛൻ തന്നെ പറയട്ടെ എന്ന് കരുതിയിട്ടാ. അല്ലാതെ എനിക്ക് എന്റെ സച്ചേട്ടന്റെ അടുത്തുനിന്ന് എന്ത് രഹസ്യം സൂക്ഷിക്കാനാ? എനിക്കതിൽ വിരോധമൊന്നുമില്ലടോ. പക്ഷേ നന്ദേട്ടനും സന്ദീപും കമ്പനിയിൽ അവർക്ക് ധനുഷ് ചിലപ്പോ ഒരു പ്രശ്നമാവും. എന്ത് പ്രശ്നമാവാനാ? നമ്മുടെ കമ്പനി, ധനുഷ് നെല്ലിശ്ശേരിയിലെ മരുമകൻ. എന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഒരുമിച്ച് പോകേണ്ടത് തന്നെയല്ലേ? താൻ പറയുന്ന പോലെ അത്ര ഈസി അല്ല കാര്യങ്ങൾ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ കാര്യങ്ങളും ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് നന്ദേട്ടൻ മാത്രമാണ്. ആ അധികാരം അച്ഛനടുത്ത് ധനുഷിന് കൊടുത്തിരിക്കുന്നത്, അതും നന്ദേട്ടനോട് ചോദിക്കാതെ. ഇനി പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നന്ദേട്ടൻ ധനുഷിന്റെ അഭിപ്രായം ചോദിക്കേണ്ടി വരും. നന്ദേട്ടൻ ധനുഷിന്റെ മുമ്പിൽ പോയി നിൽക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ വന്നാ നന്ദേട്ടൻ ആ ഓഫീസ് വിട്ട് ഇറങ്ങിപ്പോരും. എനിക്ക് ശരിക്കും നല്ല പേടിയുണ്ട്. അച്ഛന്റെ ഈ എടുത്തുചാടിയുള്ള തീരുമാനം കാരണം ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ചിലപ്പോ അത് ഈ നെല്ലിശ്ശേരിയുടെ അടിത്തറ തന്നെ ഇളക്കിക്കളയും. യഥാർത്ഥത്തിൽ അർച്ചന പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. സ്നേഹയുടെ കാര്യത്തിൽ അവൾക്ക് വലിയ കരുതലുണ്ട്. പലപ്പോഴും ഒരമ്മയുടെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയ അർച്ചന നിന്റെ കാര്യം സംസാരിക്കുന്നത്. ചിക്കൻ ബോക്സ് പിടിച്ച് നീ കിടന്നപ്പോ അർച്ചന നിന്നെ നോക്കിയത് കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അർച്ചനേട്ടത്തി ആരാണെന്നും ആ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്നും ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാ അച്ഛാ. എന്റെ കാര്യത്തിൽ അർച്ചന ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുമെന്ന് ഞാനും കരുതിയില്ല. ധനുഷിപ്പോ പഴയതുപോലെയല്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് എന്നോട് പറഞ്ഞത് അർച്ചനയാ. അർച്ചന ഒരു കാര്യം മനസ്സിലാക്കിയാൽ അതിൽ പിന്നെ തെറ്റ് പറ്റില്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴും അർച്ചനടുത്ത് ഞങ്ങൾ എങ്ങനെ ചേർത്ത് പിടിക്കുന്നില്ലേ? അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്കെന്റെ അമ്മയെ പോലെ അർച്ചനടുത്തി. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. കിളവനെ മുന്നിൽ നിർത്തി അവളാ ഇതെല്ലാം ചെയ്തത്. എന്നിട്ടൊന്നും അറിയാത്ത ഭാവത്തിൽ മാറി നിൽക്കുന്നു. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, നെല്ലിശ്ശേരിയിലെ മരുമകന്റെ സ്ഥാനം. ധനുഷ് എന്നെക്കാളും വളരെ ഉയരത്തിലെത്തിക്കഴിഞ്ഞു. ഇത് അനുവദിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അവനെ തകർത്തേ പറ്റൂ. സർ, എന്നോട് ക്ഷമിക്കണം. ഞങ്ങളെ അനുഗ്രഹിക്കണം.
നിങ്ങൾ നന്ദി പറയേണ്ടതും അനുഗ്രഹം വാങ്ങേണ്ടതും അർച്ചനയോടാ. അവളുടെ സ്നേഹവും കരുതലുമാണ് ഇതിനെല്ലാം കാരണം. അവള് തന്ന ധൈര്യമില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമായിരുന്നില്ല. എല്ലാം നന്നായി വരും. പിന്നെ പഴയ ഓർമ്മയിലാണെങ്കിലും ഇപ്പൊ ഈ സാറെന്നുള്ള വിളി നമ്മൾ തമ്മിൽ ഒരുപാട് അകൽച്ച ഫീൽ ചെയ്യുന്നു. ഇനി മുതൽ മോൻ എന്നെ അച്ഛാന്ന് വിളിച്ചാൽ മതി. ശരി അച്ഛാ. നിങ്ങളിരിക്കെ, ഞാനിപ്പോ വരാം. ഏട്ടത്തി, ഏയ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അച്ഛന്റെ അനുഗ്രഹം വാങ്ങിയല്ലോ, അത് മതി. ഏട്ടത്തി ഞങ്ങൾക്കിപ്പോ അമ്മയ്ക്ക് തുല്യ. എന്റെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിലെല്ലാം അമ്മയെ പോലെ കൂടെ നിന്നതും കൈ പിടിച്ചതും എല്ലാം ഏട്ടത്തിയാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രണ്ടാം ജന്മോ. കുറച്ചു മുൻപ് അച്ഛൻ പറഞ്ഞില്ലേ, നെല്ലിശ്ശേരിയിലെ മരുമകനായിട്ട് എന്നെ അച്ഛൻ അംഗീകരിക്കുന്നു എന്ന്. അതിനേക്കാൾ വലുതായി എന്റെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല. ഇതിനെല്ലാം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് അർച്ചനയോടാ. എന്തിനാ കടപ്പാട്? അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തേ? സ്നേഹയെ വിവാഹം കഴിച്ചതോടെ ധനുഷ് നെല്ലിശ്ശേരിയിലെ മരുമകനായി. ആരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇനി നിങ്ങൾ ഒരുമിച്ചാ ജീവിക്കണ്ടേ. സ്വന്തം മകളുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ആശങ്കകളുണ്ട് അച്ഛന്. ഇവിടെ നന്നായി ജീവിക്കുന്നത് കണ്ടാൽ മാത്രം മതി. അച്ഛന് സന്തോഷാവും. ഒരിക്കലും സ്നേഹ ധനുഷ് കരയിക്കരുത്. ഒരിക്കലുമില്ല. സ്നേഹ എന്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് അവൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഇപ്പോഴും നന്ദേട്ടന്റെ സന്ദീപിന്റെ ഒന്നും പിണക്കം മാറിയിട്ടില്ല. എനിക്കറിയാം, അനിയത്തിയുടെ കല്യാണത്തെക്കുറിച്ച് അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഞാനായിട്ട് അതെല്ലാം തകർത്ത് കളഞ്ഞു. ഇത്രയും ധനുഷ് മനസ്സിലാക്കിയല്ലോ, അത് തന്നെ ധാരാളം. അനിയത്തിയോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, സ്നേഹം കൂടുതലും ഉണ്ടാ അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്. 3 ആങ്ങളമാരുടെ ഒറ്റ പെങ്ങളല്ലേ ഇവള്. ഇവളുടെ കല്യാണത്തെക്കുറിച്ച് അവർക്ക് സ്വപ്നങ്ങളില്ലാതിരിക്കൂ? അവരുടെ കൈ പിടിച്ചല്ലേ ഇവള് വിവാഹമണ്ഡപത്തിൽ കയറേണ്ടിയിരുന്നെ. ധനുഷ് കാരണം അതെല്ലാം ഇല്ലാതായില്ലേ. ആ സങ്കടം മാറാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് അവർക്ക് ഇവളോട് സ്നേഹമില്ലാന്നൊന്നും അർത്ഥമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.